ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 159. നമ്മളിന്ന് മണ്ഡലം 1 15-ാമത്തെ അധ്യായമായിട്ട് 102-ാമത്തെ സൂക്തമാണ് നോക്കുന്നത്. ഇതിലും ദേവത ഇന്ദ്രൻ തന്നെയാണ്. ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിവിശേഷമുണ്ട്. ആ ശക്തിവിശേഷത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒന്നാമത്തെ മന്ത്രത്തിലേക്ക് പോകാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 102-1. ഋഷി കുത്സൻ ദേവത ഇന്ദ്രൻ ഛന്ദസ ജഗതി തൃഷ്ടുപ്പ് ഇമാം തേ ധിയം പ്രഭരമഹേ മഹീയസ്വ സ്തോത്രേ തിഷണായത്ത ആനജേ തമുത്സവേ ച പ്രസവേ ച സഹ സഹിം ഇന്ദ്രം ദേവാസ്യ ശവസ അമദൻ അനുമു. ഞാൻ ഇന്ദ്രന് വേണ്ടി സ്തോത്രം നിവേദിക്കുന്നു. ഇന്ദ്രന്റെ അനുഗ്രഹം ഞങ്ങളുടെ സ്തോത്രത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇന്ദ്രനോടുകൂടി ദേവഗണങ്ങൾ വിജയോത്സവത്തിൽ സോമത്താൽ പുഷ്ടമായിരിക്കുന്നു. ഇന്ദ്രനോട് പറയുകയാണ്, നമ്മൾ ഈ മഹാസ്തോത്രം അങ്ങേക്കാണ് നൽകുന്നത്. സ്തോത്രം എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ, സ്തുതികൾ. വേദമന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വേദത്തിൽ സയൻസാണുള്ളത്, ശാസ്ത്രതത്വങ്ങൾ. നമ്മൾ എന്ത് യജ്ഞം ചെയ്യുമ്പോഴും സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുക. ആ ശാസ്ത്രതത്വത്തെയാണ് നമ്മൾ സ്തുതികൾ എന്ന് പറയുന്നത്. ആ ആർക്ക് നൽകുന്നു? സിസ്റ്റത്തിന് നൽകുന്നു, ഇന്ദ്രന് നൽകുന്നു. ഉദാഹരണമായിട്ട് നമ്മൾ ചോറ് വെക്കണ്ടിക്കൽ അരിയും വെള്ളമെല്ലാം കഴുകി വൃത്തിയെല്ലാക്കിയിട്ട് ആ പറയുന്ന ശാസ്ത്രമനുസരിച്ച് പാചകവിദ്യ അനുസരിച്ച് പാത്രത്തിലിട്ടിട്ട് അകത്ത് അടിയിൽ അഗ്നിയും കൊടുത്തിട്ട് ഇന്ദ്രനാണ് നൽകുന്നത്. അപ്പം ഇന്ദ്രൻ അതിൻ്റെ അകത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു വലിയ രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. അത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ആ ഹാർഡായ അരി ചോറായി മാറുന്നത്. അപ്പം അതിനെ ഏകോപിപ്പിക്കുന്ന സയൻസിൽ നിന്നൊരു പ്രേരക ശക്തി വരും. അതാണ് ആ അരിയെ ചോറായിട്ട് മാറുന്നത്. അപ്പോൾ ആ സയൻസ് തത്വത്തെയാണ് സ്തുതികളുടെ സ്തോത്രം. അപ്പോൾ സ്തോത്രം ആരാണ് ആ സിസ്റ്റത്തിന് നൽകുമ്പോൾ അതിനുള്ള ആ ബലം ആ ഇന്ദ്രനാണ് അതിനെ നമുക്ക് വേണ്ട തരത്തിൽ മാറ്റിത്തരുന്നത്. അപ്പം നമ്മളെല്ലാ സ്തുതികളും സോമങ്ങളും എല്ലാം ഇന്ദ്രനാണ് അർപ്പിക്കുന്നത്. അങ്ങയുടെ അനുഗ്രഹം, നമുക്ക് നേരെയുള്ള അനുഗ്രഹം അതിനെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മൾ എന്ത് സയൻസ് തത്വമാണ് ഉപയോഗിച്ചിട്ടാണോ ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും ഇന്ദ്രൻ നമുക്ക് അനുഗ്രഹം നൽകുന്നത് അല്ലെങ്കിൽ ഫലം നൽകുന്നത് എന്ന് പറയുകയാണ്. സാധാരണ ഒരു പാത്രത്തിൽ വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ നല്ല പദം കിട്ടില്ല. എന്നാൽ പ്രഷർ കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ശാസ്ത്രം അഡ്വാൻസ്ഡ് സയൻസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ വളരെ നല്ലവണ്ണം വെന്ത് കിട്ടും. അപ്പം എല്ലാ സ്തുതികളെ ആശ്രയിച്ചിരിക്കുന്നു നമുക്ക് കിട്ടുന്ന ഫലം. എന്നിട്ടോ ഇന്ദ്രനോടുകൂടി ദേവന്മാരെല്ലാം വേദോത്സവത്തിൽ സോമത്താൽ പുഷ്ടിപ്പെടുന്നു. സോമം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വസ്തുക്കൾ ഇപ്പം അരിയും വെള്ളമാണ് ചോറുണ്ടാക്കുന്നതിന്. ആ കൊടുക്കുന്ന വസ്തുക്കൾ അത് ദേവതകളാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ്. അപ്പോൾ അരിയും വെള്ളവും ദേവതകളാണ്. അത് അഗ്നിദേവതയാണ്. അതിലൂടെ കൊടുക്കുമ്പോൾ ആ ദേവതകളെ പുഷ്ടിപ്പെടുത്തിയിട്ടാണ് നമുക്ക് സോമമായി മാറുന്നത്, അല്ല അന്നമായി മാറുന്നത്. കൊടുക്കുന്നത് സോമം, അന്നമായി മാറുന്നത്. അപ്പം ദേവതകളെ പുഷ്ടിപ്പെടുത്തും, കൊടുക്കുന്ന അരിയെ പുഷ്ടിപ്പെടുത്തും, എന്നിട്ട് നല്ല ചോറാക്കിയിട്ട് തരും. ഇനി 2 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 102-2. അശ്വശ്രവോ നദ്യ സപ്ത ബിഭ്രതി ദ്യാവക്ഷാമാ പൃഥ്വീം ദർശതം ബഭുഃ അസ്മേ സൂര്യ ചന്ദ്രമസാം അഭിചക്ഷേ ശ്രദ്ധേ കമിന്ദ്രചരദോ വിദർത്തുരം.
ഇന്ദ്രന്റെ യശസ്സിനെ സപ്തനദികളും രൂപത്തെ ആകാശവും ഭൂമിയും അന്തരീക്ഷവും വഹിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഭക്തി ജനിപ്പിക്കുന്നതിനായി സൂര്യനും ചന്ദ്രനും മാറി മാറി സഞ്ചരിക്കട്ടെ. ഇന്ദ്രന്റെ യശസ്സിനെ നമുക്കറിയാലോ, ഏത് യജ്ഞം ചെയ്യുമ്പോഴും ആ ഇന്ദ്രനാണ് അതിനെ നമുക്ക് പുതിയ വസ്തുവാക്കി നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ മാറ്റിത്തരുന്നത്. ആ ഇന്ദ്രന്റെ കഴിവിനെ, യശസ്സിനെ 7 നദികളും ആകാശവും ഭൂമിയും അന്തരീക്ഷവും എല്ലാം വഹിക്കുന്നു. അപ്പോൾ ഇന്ദ്രൻ എവിടെയെല്ലാം ഉണ്ട്? എല്ലാ സ്ഥലത്തും ഉണ്ട്. ആകാശത്തിൽ നടക്കുന്ന യജ്ഞങ്ങളിലും ഇന്ദ്രനാണ് പ്രവർത്തിക്കുന്നത്. മേഘങ്ങളെ മഴ പെയ്യ്ക്കുന്നത് ഇന്ദ്രനാണ്. ഭൂമിയിലുള്ള ചെടികളെ മുളപ്പിക്കുന്നത് ഇന്ദ്രനാണ്. എല്ലാം എവിടെ അന്തരീക്ഷത്തിൽ ഭൂമിയിൽ എല്ലാം ഇന്ദ്രനെ വഹിക്കുന്നുണ്ട്. ആ ഇന്ദ്രൻ സപ്തനദികളിലും എല്ലാ നദികളിലും പല യജ്ഞങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം ഇന്ദ്രൻ അവിടെയെല്ലാം ഇന്ദ്രനെ വഹിക്കുന്നുണ്ടാവാം. കാരണം എവിടെ നമ്മൾ യജ്ഞം ചെയ്യുമ്പോഴും ആ ഇന്ദ്രൻ നമ്മളെ യജ്ഞത്തിൽ സഹായിക്കും. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ആ ചിന്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൂര്യനും ചന്ദ്രനും മാറി മാറി സഞ്ചരിക്കട്ടെ അന്തരീക്ഷത്തിൽ രാത്രിയും പകലും. സൂര്യനും ചന്ദ്രനും മാറി മാറി വരിക എന്ന് പറയുമ്പോൾ പകലും രാത്രിയും എല്ലാം യജ്ഞങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളും യജ്ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പകൽ ചെയ്യുന്നുണ്ട്, രാത്രി ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്ന യജ്ഞങ്ങളിലെല്ലാം ഇന്ദ്രൻ ഏതു സമയം ഏത് സ്ഥലത്തും ഇന്ദ്രൻ നമ്മുടെ കൂടെ ഉണ്ട് ആ യജ്ഞങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. ഇനി 3 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 102-3 തംസ്മാരതം മഖവൻ പ്രാവസാദയേ ജൈത്രം യം തേ അനുമതാമ സംഗമേ ആജാന ഇന്ദ്ര മനസാ പുരുഷ്ടുത തോയദ്ഭ്യോ മഖവൻ ചർമ്മയച്ഛനഃ. ഇന്ദ്രൻ വൈഭവയുക്തനായ വിജേതാവാണ്. ഇന്ദ്രന്റെ രഥത്തെ യുദ്ധഭൂമിയിൽ കാണുമ്പോൾ ഞങ്ങൾ സന്തോഷവാന്മാരാകുന്നു. ആ രഥത്തെ ധനപ്രാപ്തിക്ക് വേണ്ടി ഞങ്ങളുടെ അടുത്തേക്ക് അയക്കൂ. ഇന്ദ്രനെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ ആശ്രയത്തിൽ ആകണമേ. പറയുകയാണ്, ഇന്ദ്രന്റെ രഥത്തെ കാണുമ്പോൾ തന്നെ ഞങ്ങൾ ആനന്ദത്തിൽ ആറാടുകയാണ്. കാരണം നമ്മൾ എന്ത് യജ്ഞം ചെയ്യുമ്പോഴും ഇന്ദ്രൻ രഥത്തിൽ വന്നിട്ട് എന്നുള്ളത് കവിഭാവനയിൽ പറയുന്നതായിട്ട് കണ്ടാൽ മതി. ലോകത്തിൽ എവിടെയും ആര് യജ്ഞം ചെയ്യുമ്പോഴും അവിടെ ഇന്ദ്രൻ എത്തും. നമ്മൾ ഏത് യജ്ഞം ചെയ്യുമ്പോഴും ഇന്ദ്രൻ അവിടെ വരുമ്പോൾ നമ്മളെ യജ്ഞം ഭംഗിയിൽ നടക്കുമ്പോൾ നമുക്ക് ആനന്ദമുണ്ടാകും. ഉദാഹരണമായിട്ട് നമ്മൾ ചോറ് വയ്ക്കുകയാണെന്ന് വെച്ചാൽ ചോറ് ഇടയ്ക്കെടുത്തിട്ടൊന്ന് നമ്മളെടുത്തിട്ട് കടിച്ചു നോക്കാം. കൊള്ളാം, നല്ലോണം വേകുന്നുണ്ട്. ആരാണ് അവിടെ വേവിക്കുന്നത്? അപ്പോൾ നമ്മൾ ആനന്ദത്തിൽ ആറാടുകയാണ്. അങ്ങയുടെ രഥം ഇവിടെ എത്തുമ്പോൾ അതിലൂടെ നമുക്ക് ധനപ്രാപ്തി ഉണ്ടാക്കി തരുന്നു. നമ്മൾ പുതിയ പുതിയ യജ്ഞങ്ങൾ ചെയ്ത് പുതിയ പുതിയ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കും. നമ്മൾ കൊടുക്കുന്ന വസ്തുവിനെ ഇന്ദ്രൻ പുതിയ വസ്തുവായി മാറ്റും. നമ്മളതിനെ വിറ്റിട്ട് നല്ല പൈസയെല്ലാം ഉണ്ടാക്കും. അപ്പം ധനപ്രാപ്തിക്ക് ഞങ്ങളുടെ അടുത്തേക്ക് എത്തുക. നമ്മൾ ധനം നേടാൻ വേണ്ടിയിട്ട് നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രനെ നമ്മൾ സമീപിക്കുകയാണ്. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ശാസ്ത്ര തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ദ്രനെ സമീപിക്കുന്നു. ഇന്ദ്രൻ നമ്മളെ സഹായിക്കുന്നു. പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുന്നു, വിൽക്കുന്നു. നമ്മൾ ധനം നേടും. നമ്മൾ അങ്ങയുടെ ആശ്രയത്തിലാണ് എപ്പോഴും കഴിയുന്നത്. കാരണം ഏത് യജ്ഞം നമ്മളെല്ലാം ഒരു യജ്ഞത്തെ പൂർത്തീകരിക്കുന്നത്. ഇപ്പം ചെടി നടുകയാണെന്ന് വെച്ചാൽ നമ്മൾ മണ്ണ് മാന്തിയിട്ട് വിത്തും വെച്ച് കൊടുക്കും, വളവും വെച്ച് കൊടുക്കും. പിന്നെ അതിനെ മുളപ്പിച്ച് എല്ലാം ചെയ്യുന്നതിൻ്റെ പിന്നിലെല്ലാം വേറെ യജ്ഞങ്ങൾ, വേറെ ശക്തികൾ ചെയ്യുന്നുണ്ട്. ആ ശക്തിക്കാണ് ഇവിടെ ഇന്ദ്രൻ എന്ന് പറയുന്നത്. ഇനി 4
ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 102-4. വയം ജയേമാ ത്വയാ യുജാവൃതം അസ്മാകം അംശം ഉദവാ ഭരേ ഭരേ അസ്മഭ്യാം ഇന്ദ്രവരിവ സുഖം കൃതി പ്രശത്രുണാമഘവൻ വൃഷ്ണ്വാരുജ. ഞങ്ങൾ ഇന്ദ്രൻ്റെ സഹായകരായി യുദ്ധം ചെയ്ത് ധനത്തെ സമ്പാദിക്കണമേ. അങ്ങ് ഞങ്ങളുടെ പക്ഷത്തെ രക്ഷിക്കൂ. ഞങ്ങൾ ധനം എളുപ്പത്തിൽ സമ്പാദിക്കുകയും ശത്രുക്കളുടെ ശക്തിയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ദ്രനോട് പറയാണ്, നിന്റെ സഹായത്താലാണ് നമ്മൾ യുദ്ധം ചെയ്തിട്ട് ധനത്തെ പ്രാപിക്കുന്നത്. യുദ്ധം ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കൊരു എതിർപ്പുണ്ട്. നമ്മൾ എന്ത് പുതിയ വസ്തു ഉണ്ടാക്കണ്ടെങ്കിലും എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മളൊരു പുതിയ വസ്തു ഉണ്ടാക്കാൻ പോകുമ്പോൾ ആ സിസ്റ്റം അതിനെ എതിർക്കും. അതിനൊരു റിയാക്ഷൻ ഉണ്ട്. ആ റിയാക്ഷനെ മറികടന്നിട്ട് വേണം നമ്മൾ. ഇപ്പം നമുക്ക് മേശ ഇവിടുന്ന് പിടിച്ചിട്ട് അവിടെ വെക്കണം എന്ന് വെച്ചോ, ഇവിടെ ശരിയല്ല, അവിടെ വെക്കണം. ഈ മേശന് ഇവിടുന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ മേശ എതിർക്കുന്നുണ്ട്. അതിനെ പിന്നെ നമ്മൾ എങ്ങനെയാണ് അതിനെ ബലം പ്രയോഗിച്ചിട്ട് ശക്തിയിൽ നമ്മൾ തളിക്കുമ്പോൾ മേശ എതിരൊരു ബലം പ്രയോഗിക്കുന്നുണ്ട്. അതാണ് എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും എതിർക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ എതിർത്തിനെ മറികടന്നുകൊണ്ട് വേണം നമ്മൾ ആ യുദ്ധത്തിൽ നമ്മൾ ജയിച്ചാൽ മാത്രമേ മേശ അങ്ങോട്ട് പോവുള്ളൂ. മേശ എത്ര ശക്തിയിൽ എതിർക്കുന്നോ അത്രയും ശക്തിയിൽ, അതിൽ ശക്തിയിൽ തള്ളിയാൽ മാത്രമേ മേശ അങ്ങോട്ടേക്ക് പോവുള്ളൂ. അപ്പം ചെയ്ത് ധനത്തെ സമ്പാദിക്കണം. അപ്പോൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും എന്തെങ്കിലും ഉൽപ്പാദിപ്പിച്ചിട്ട് ധനം ഉണ്ടാക്കുമ്പോൾ അവിടെ നമ്മൾ ഊർജം ഉപയോഗിച്ചിട്ടാണ് അതിനെ മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഒരു എതിർപ്പുണ്ട്. ആ യുദ്ധത്തിൽ നമ്മൾ ജയിച്ച് ധനം സമ്പാദിക്കണം. നീ നമ്മളെ പക്ഷത്ത് ചേരണേ. അപ്പോൾ ആ യജ്ഞത്തെ എല്ലാം അവിടെ പൂർത്തീകരിക്കുന്ന ശക്തി വിശേഷം, ഇൻറ്റേർണൽ ഫോഴ്സ്, അതാണ് ഇന്ദ്രൻ. നീ നമ്മളെ രക്ഷിക്കണേ. നമുക്ക് ധനം എളുപ്പത്തിൽ സമ്പാദിക്കാനാകണേ. അങ്ങനെ ശത്രുക്കളെ ശക്തിയെല്ലാം നശിപ്പിക്കണേ. എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക? നമ്മളിപ്പം മേശ വലിയൊരു കല്ലുണ്ട് എന്ന് വെച്ചാൽ കുറേ ശക്തിയിൽ തള്ളിയാലല്ലേ അത് പോകും, അത് തീർക്കും. പക്ഷെ വേറെ എന്തെങ്കിലും മെഷീന് കൊണ്ടുവന്നിട്ട് തള്ളിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും. അപ്പോൾ അവിടെ ഒരു പുതിയ ശാസ്ത്രതത്വം ഉപയോഗിക്കുകയാണ്. പുതിയ ശാസ്ത്രതത്വം ഉണ്ടാക്കുമ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്യും? പെട്ടെന്ന് അതിനെ നീക്കിത്തരും. അല്ലാതെ ആള് തള്ളിയാണെങ്കിൽ ഇന്ദ്രനും അവിടെ ഒരു മാറ്റം വരുത്തുന്നുണ്ട്. എന്താണത്? ഭൂമിയും കല്ലും തമ്മിലൊരു പിടുത്തമുണ്ട്. ആ പിടുത്തത്തെ പൊട്ടിച്ചിട്ടാണ് കല്ലിനെ നീക്കുന്നത്. അങ്ങനെ എളുപ്പത്തിൽ ധനം നീ ഉണ്ടാക്കി തരണേ, നമ്മളെ ശക്തിപ്പെടുത്തണേ, ശത്രുക്കളെ ഇല്ലാതാക്കാൻ. ഇനി 5 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 102-5. ജ്ഞാനാഹിത്വാ പവമാനാജന ഇമേ ധനാനാം തർത്തരവസാ വിപന്യവാ അസ്മാകം സ്മരഥമാ തിഷ്ടസാദയേ ജൈത്രം ഹീന്ദ്രാനിഭൃതം മനസ്തവ. രക്ഷയെ യാചിക്കുന്ന മനുഷ്യർ ഇന്ദ്രനെ ഹാർദവമായി ആഹ്വാനം ചെയ്യുന്നു. ഇന്ദ്രൻ ഞങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാക്കുന്നതിനായി രഥത്തിൽ കയറുന്നു. ഇന്ദ്രൻ്റെ ഉറപ്പുള്ള മനസ്സ് വിജയം പ്രാപിക്കുന്നതിൽ സമർത്ഥമാണ്. ധനം വഹിക്കുന്ന ഇന്ദ്ര എന്ന് പറയുകയാണ്. കാരണം യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ യജ്ഞത്തെ പൂർത്തീകരിച്ച് അത് വിറ്റിട്ട് നമുക്ക് ധനം ഉണ്ടാക്കാം. അപ്പം ധനം വഹിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ദ്രൻ തന്നെയാണ്. ഞങ്ങൾ അങ്ങയുടെ രക്ഷക്കായിട്ട് നമ്മളെ യാചിക്കുന്നു, നിന്റെ സഹായത്തിനായി നമ്മൾ യാചിക്കുന്നു. എന്നിട്ട് നിന്നോട് ഹാർദമായി ആഹ്വാനം ചെയ്യുന്നു. നമ്മൾ അതിനോട് പറയുന്നു, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ദ്രനോട് ആഹ്വാനം ചെയ്യുന്നു, ഈ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ ഒന്ന് പുതിയ വസ്തുവാക്കിയിട്ട് തരിക. നീ നമുക്ക് നല്ല സമ്പത്തുണ്ടാക്കി തരുവാൻ വേണ്ടിയിട്ട് രഥത്തിൽ കയറി വരിക. നമ്മൾ യജ്ഞം ചെയ്യുന്നത് എന്തെങ്കിലും ലാഭത്തിന് വേണ്ടിയാണ്, ധനം നേടാൻ വേണ്ടി തന്നെയാണ്. അപ്പം നമ്മൾ യജ്ഞം ചെയ്യാൻ പോകുമ്പോൾ നീ രഥത്തിലേറി വരിക. നല്ല ഉറപ്പുള്ള മനസ്സ്, നിന്റെ ഉറപ്പുള്ള മനസ്സോടുകൂടി കാര്യം സാധിക്കുന്നതിൽ നീ സമർത്ഥനാണ്. നമ്മൾ എന്തും ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തു കഴിഞ്ഞാൽ കാര്യം നടന്നിട്ട്
നമുക്കതിന് ഗുണം കിട്ടുക തന്നെ ചെയ്യും. ഇനി ആർഗ്യം. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 102 6. ഗോജിത ബാഹു അമിതക്രതു സിമ കർമ്മൻ കർമ്മൻ ശതമൂതി ഖജങ്കര അകൽപ ഇന്ദ്രം പ്രതിമാനമോജ സാധാജന വിഹ്വയന്തേ ശാസവ. ഇന്ദ്രൻ്റെ ഭുജങ്ങൾ അത്യന്തം ശക്തങ്ങളാണ്. അദ്ദേഹം ഗോക്കളെ വീണ്ടെടുത്തു. ഇന്ദ്രൻ രക്ഷാസാധനങ്ങളാൽ സമ്പന്നരും ബാധാരഹിതരും ശത്രുക്കൾ ഭീതിയുള്ളവനും ബലസ്വരൂപനുമാണ്. ധനാശയോടുകൂടി യാചകഗണം ഇദ്ദേഹത്തെ ആഹ്വാനം ചെയ്യുന്നു. ഇന്ദ്രന്റെ കൈകൾ അത്യന്തം ശക്തമാണ്. അതായത് ഏത് യജ്ഞവും അത് പൂർത്തീകരിക്കും. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഹാർഡായ ഇപ്പോൾ ഇറച്ചി അത്ര പേരൊന്നും വെന്ത് കിട്ടില്ല. അതിനകത്ത് നല്ലോണം വേവിക്കടിക്കൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഷർ കുക്കർ എടുത്ത് അതിൻ്റെ അകത്ത് വെള്ളമിട്ട് ഇറച്ചി വിട്ടിട്ട് അടിയിൽ കത്തിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇന്ദ്രൻ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഇന്ദ്രന് ശക്തി കൂടുതലാണ്. അത് അപ്പോൾ ഏത് യജ്ഞം ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ റോക്കറ്റിനെ അങ്ങ് ആകാശത്ത് ചന്ദ്രനിൽ എത്തിക്കണോ, നമ്മൾ അഗ്നി കൊടുത്ത് അതിനനുസരിച്ചിട്ടുള്ള സയൻസ് തത്വത്തിൻ്റെ അടുത്ത് അഗ്നി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അഗ്നിയും കത്തുമ്പോൾ ഇന്ധനം കത്തുമ്പോൾ ഒരു പ്രഷർ ഉണ്ടാകുന്നുണ്ട്. അതിനൊരു ആക്ഷനുണ്ട്, ഒരു റിയാക്ഷനുണ്ട്. ആ റിയാക്ഷൻ കൊണ്ടാണ് റോക്കറ്റിന് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെയെല്ലാം നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏകോപിപ്പിക്കുന്ന ശക്തി ഇന്ദ്രനാണ്. അപ്പോൾ ഇന്ദ്രൻ്റെ ശക്തി ഭയങ്കരമാണ്. അത് ഗോക്കളെ വീണ്ടെടുക്കും. ഗോക്കളെ വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ ഗോക്കൾ എന്ന നിലയിൽ പ്രൊഡക്റ്റ് കിട്ടുക, ഔട്ട്പുട്ട് എന്ന നിലയിൽ എടുക്കുക. ധനം, പണ്ടത്തെ ഗോക്കൾ എന്ന് പറയുന്നതാണ് ധനം, അല്ലെ ഔട്ട്പുട്ട് എന്ന് എടുക്കാം. അല്ലെങ്കിൽ ധനം നേടിത്തരും, അത് അതിന് വേണ്ട വസ്തുക്കളാക്കി അത് മാറ്റിത്തരും. അല്ലെങ്കിൽ രാസപ്രവർത്തനം നടക്കുമ്പോൾ അവിടെ ചില ഇലക്ട്രോണുകളാണ് അതിനെ പങ്കെടുക്കുന്നത്. ആ ഇലക്ട്രോണിനെ ഗോക്കൾ എന്ന് പറയും. അപ്പോൾ ആ വസ്തുവിൽ രാസപ്രവർത്തനത്തിൽ ഗോക്കളെ കൊണ്ടാണ്, ഇലക്ട്രോണുകളെ കൊണ്ട് നേടിയെടുത്തിട്ടാണ് പുതിയ കൂട്ടിച്ചേർക്കലുകളെല്ലാം വരുത്തിയിട്ട് പുതിയ വസ്തുവാക്കിയിട്ട് മാറ്റുന്നത്. അതിനുള്ള എല്ലാ രക്ഷാ വഴികളും അതിനുണ്ട്. ഇന്ദ്രനെ എന്ത് ചെയ്യാനുള്ള ആ തന്ത്രങ്ങൾ ഇന്ദ്രന് നല്ലോണം, രക്ഷാസങ്കേതങ്ങൾ, സാധനങ്ങൾ അതിനുണ്ട്. അതിനെ മാറ്റിയെടുക്കാനുള്ള കഴിവെല്ലാം അതിനുണ്ട് ഇന്ദ്രന്. പക്ഷേ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം. നമുക്ക് കല്ലിനെ തന്നെ, എത്ര ഹാർഡായ കല്ലിനെ തന്നെയും പൊട്ടിക്കാൻ പറ്റും. അതിനുള്ള ഇപ്പം പാറയെല്ലാം പൊട്ടിക്കുന്ന കണ്ടിട്ടില്ല, രാസവസ്തു ഇല്ലാത്തിട്ട് തീ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ എന്ത് ചെയ്യും? ആ ശക്തി കൊണ്ട് പാറകളെ പൊട്ടിക്കും. ആ സയൻസ് തത്വത്തിലാണിൻ്റെ അടിസ്ഥാനത്തിലാണത് പൊട്ടുന്നത്. അപ്പോൾ അവിടെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. അത് അതിനെ ആർക്കും ബാധിക്കാൻ പറ്റില്ല. ഇന്ദ്രൻ ചെയ്യേണ്ടത് അത് ചെയ്തിരിക്കും. ശത്രുക്കളിൽ ഭീതി, അതിൻ്റെ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ അതിനെ തടസ്സമായി നിൽക്കുന്നതിനെല്ലാം അത് തട്ടിമാറ്റും. പാറകൾ ഉറച്ചു നിൽക്കുന്നതാണ്, പൊട്ടിക്കാൻ അത് എതിർക്കും. ആ എതിർപ്പിനെയെല്ലാം മറികടന്നിട്ട് പാറകളെ പൊട്ടിച്ച് പലതാക്കും. അപ്പോൾ ശത്രുക്കൾക്ക് ഭീതി ഉളവാക്കും. ബലത്തിൻ്റെ സ്വരൂപമാണത്, ബലം തന്നെയാണ്. ഇന്ദ്രൻ ബലം ഉപയോഗിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ധനവും നൽകുവാനുള്ള കഴിവുള്ളവനാണ്, ധനവും നൽകും. അവനോട് ധനം യാചിക്കുന്നവർക്ക് അവനത് നൽകും. അദ്ദേഹത്തെ ആഹ്വാനം ചെയ്താൽ മതി. ഏതിലൂടെ? സയൻസിലൂടെ അതിനെ ആഹ്വാനം ചെയ്ത് വേണ്ട വസ്തുക്കൾ കൊടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് ധനം നൽകണമെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് തരും. അത് വിറ്റിട്ട് നമുക്ക് ധനം നേടാം. ഇനി 7 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 102 7. ഉത്തേശധാൻ മഖവൻ ഉച്ചഭൂയസ ഉത്സഹസ്രാത് ദിരിജേ കൃഷ്ടിഷ്ടു ശ്രവ അമാത്രം ത്വാ തിഷണ തിത്യുഷേ മഹ്യഥാ വൃത്രാണി ജിഘ്നസേ പുരന്തര. ഇന്ദ്രൻ്റെ യശസ് ആയിരക്കണക്കിന് ഇരട്ടിയായി വ്യാപിച്ചിരിക്കുന്നു. ഇന്ദ്രൻ അഭേദ്യങ്ങളായ ദുർഗങ്ങളെ തകർക്കുന്നവനും അസീമ ബലത്തോടു കൂടിയവനുമാണ്.
ദേവവാണി ഇന്ദ്രനെ പ്രകാശിപ്പിക്കുന്നു. ഇന്ദ്രൻ ശത്രുക്കളെ സംഹരിക്കുന്നു. ഇവിടെ ഇന്ദ്രനോട് ശത്രുക്കളെ സംഹരിക്കാൻ പറയുകയാണ്. അതായത് തടസ്സങ്ങളെ മറികടന്നിട്ട് നമ്മളെ യജ്ഞങ്ങളെ പൂർത്തീകരിക്കുക. അപ്പോൾ എന്താണ്, നിന്റെ യശസ് 1000 ഇരട്ടിയായിട്ട് വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവന് പുതിയ പുതിയ പല വസ്തുക്കളും ഉണ്ടാക്കി തരാനുള്ള കഴിവുണ്ട്. അപ്പം നമ്മൾ ഇന്ദ്രനെയാണ് സ്തുതിക്കേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മളെന്തെങ്കിലും പുതിയ കണ്ടുപിടുത്തം നടത്തുമ്പോൾ നമ്മളെയാണ് സ്തുതിക്കുന്നത്. അത് ഉണ്ടാക്കി കണ്ടുപിടുത്തം നടത്തിയ ആളെയാണ് സ്തുതിക്കുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് നടക്കുന്ന ഒരു പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനത്തിൻ്റെ അകത്തെ ഏകോപിപ്പിക്കുന്ന ഇന്ദ്രനാണ് അതിനെ യഥാർത്ഥത്തിൽ പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഇന്ദ്രൻ്റെ യശസ്സാണ് വർദ്ധിക്കുന്നത്. നീ ഭേദിക്കാൻ പറ്റാത്ത ദുർഗങ്ങളെയെല്ലാം നീ ഭേദിക്കും. നമുക്ക് എന്ന് ഭേദിക്കാൻ പറ്റുന്ന തരത്തിലാണ്. പാറകളെ പൊളിക്കണം, അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുണ്ട്. ആ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ, ആ സ്തുതികൾ ഉപയോഗിക്കുമ്പോൾ, അതിനുള്ള ഉപകരണങ്ങളെല്ലാം ഉപയോഗിക്കുമ്പോൾ ആ ഉപകരണങ്ങളെ ഏകോപിച്ച് അവിടെ നടക്കുന്ന പ്രവർത്തനം, പാറ പൊട്ടുന്ന പ്രവർത്തനത്തിൻ്റെ അകത്ത് പാറയിൽ പൊട്ടാൻ എതിർക്കുന്ന ഒരു ശക്തിയുണ്ട്. അതിനെ ഇല്ലാതാക്കാൻ പെടുന്ന ബലത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. ഇന്ദ്രൻ അതിനെല്ലാം പൊട്ടിച്ച് ദൂരക്കളയും. പക്ഷേ അതിനുള്ള സാങ്കേതിക വിദ്യയിലൂടെ നമ്മളത് ചെയ്യണം. നീ അസീമമായ അളവില്ലാത്ത ബലത്തോട് കൂടിയവനാണ്. നീ ഏത് ദുർഗങ്ങളെയും നീ തകർക്കും. ദേവവാണി നിന്നെ പ്രകാശിപ്പിക്കും. ദേവവാണി എന്ന് പറഞ്ഞാൽ വേദവാക്യങ്ങൾ, സയൻസ്, ശാസ്ത്രങ്ങളാണ് നിന്നെ പ്രകാശിപ്പിക്കുന്നത്. സയൻസിലൂടെയാണ് നമ്മളിത് സാധിക്കുന്നത്. അപ്പം സയൻസിലുള്ള ഈ ബലം നമ്മളെ സഹായത്തിന് എത്തും. ഇനി 8 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 102 8 ത്രിവിഷ്ടിധാതു പ്രതിമാനമോജസ തിസ്രോ ഭൂമിർനൃപതേ ത്രീണി രോചന അതീതം വിശ്വം ഭുവനം വവക്ഷിത ശത്രുരിന്ദ്രജാനുഷ സനാദസി. ഇന്ദ്രൻ 3 ലോകങ്ങളിലും 3 രൂപങ്ങളിൽ, അതായത് സൂര്യൻ, വിദ്യുത്ത്, അഗ്നി എന്നീ രൂപങ്ങളിൽ വിരാജിക്കുന്നു. മുപ്പിരി കയറ് പോലെ ജീവികളുടെ ബലരൂപനാകുന്നു. എല്ലാവരേക്കാളും മഹാനും ശത്രുരഹിതനുമാണ് ഇന്ദ്രൻ. ഇവിടെ ഇന്ദ്രനെ സ്തുതിക്കുകയാണ്. നീ എല്ലാവരെക്കാട്ടിയും മഹാനാണ്. ഈ ലോകത്തിൽ എല്ലാ യജ്ഞങ്ങളും പൂർത്തീകരിക്കാനുള്ള ശക്തി ഇന്ദ്രനാണ്. ഈ പ്രപഞ്ചം തന്നെ പല രാസപ്രവർത്തനങ്ങളിലൂടെയെല്ലാമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തിയാണ് ഇന്ദ്രൻ. അപ്പോൾ അവൻ മഹാനാണ്. ആ തടസ്സങ്ങളെയെല്ലാം, ശത്രുക്കളെയെല്ലാം ഇല്ലായ്മ ചെയ്യുന്നവനാണ്. നീ ജീവികളുടെ ബലരൂപമാണ്. ജീവികളുടെ ബലത്തിലൂടെയാണ് ഇന്ദ്രൻ ഇതെല്ലാം സാധിപ്പിച്ചെടുക്കുന്നത്. നീ 3 ലോകങ്ങളിലും 3 രൂപത്തിൽ പ്രവർത്തിക്കുകയാണ്. സൂര്യൻ, വിദ്യുതി, അഗ്നി. സൂര്യൻ, വൈദ്യുതി, അഗ്നി, ഇതിലൂടെ എല്ലാം പ്രവർത്തിക്കുന്ന ശക്തി ഏതാണ്? ഇന്ദ്രനാണ്. സൂര്യനാണ് ഇരുട്ടിനെ മാറ്റുന്നത്. അപ്പം സൂര്യനിൽ നിന്നുള്ള വെളിച്ചം എങ്ങനെയുണ്ടാകുന്നത്? അവിടെ ഒരു രാസപ്രവർത്തനം നടക്കുന്നു. ആ രാസപ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. അതിൽ നിന്ന് ഊർജം പുറത്തേക്ക് വിടുന്നു. അങ്ങനെയാണ് നടക്കുന്നത്. അതുവരെ സൂര്യൻ, വിദ്യുത്തിൻ്റെ രൂപത്തിൽ മേഘങ്ങളിൽ കൂട്ടിയോജിപ്പിക്കുമ്പോഴാണ് വിദ്യുത്ത് ഉണ്ടാകുന്നത്. അതിൽ നിന്ന് വരുന്ന ശക്തിയാണ് മേഘങ്ങളെ യോജിപ്പിച്ച് മടവയിപ്പിക്കുന്നത്. പിന്നെ അഗ്നിയിലൂടെ ചോറിൽ അഗ്നി കൊടുക്കുമ്പോൾ അഗ്നിയിൽ നിന്ന് വരുന്ന ഒരു പ്രേരക ശക്തിയാണ്, സയൻസിലൂടെ വരുന്ന പ്രേരക ശക്തിയാണ് അരിയെ എല്ലാം പദമാക്കി മാറ്റുന്നത്. ഇനി 9 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 102 9 ത്വാം ദേവേഷു പ്രഥമം ഹവാമഹേ ത്വം ബഭൂവ പൃഥനാസു സാസഹി സേമം ന കാരുമുപമന്യും ഉദ്ഭിദം ഇന്ദ്രകൃണോതു പ്രസവേരഥംപുരാ. ഇന്ദ്രനെ ദേവകളിൽ പ്രമുഖനായി ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. അവൻ സദാ വിജയിയായി കൊണ്ടിരിക്കുന്നു. ഈ സ്തോതാവിന് ബുദ്ധി നൽകി കർമ്മ കുശലനാക്കേണമേ. രണക്ഷേത്രത്തിൽ ഇന്ദ്രന്റെ രഥത്തെ മുന്നോട്ട് നയിക്കൂ.
ഇത് ദേവകളിലെല്ലാം വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠൻ ഇന്ദ്രനാണെന്ന് പറയുകയാണ്. അഗ്നിദേവതയാണ്. അരിനെ നമ്മൾ ചോറാക്കുന്നതിൽ സഹായിക്കുന്നത് എന്താണ്? അഗ്നിയാണ്, ജലമാണ്. അതെല്ലാം ദേവതകൾ തന്നെയാണ്. അതെല്ലാം സഹായിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അകത്തിരുന്നു കൊണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്ന ആ ശക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠൻ. അതാണ് ഇന്ദ്രൻ. അത് എപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കും സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ ഈ സ്തോതാവിന് ബുദ്ധി നൽകി കർമ്മകുശലരാക്കണേ. നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ സ്തോതാവിന് ബുദ്ധി നൽകണം. ബുദ്ധി നൽകിയിട്ട് ആ ബുദ്ധിയിലൂടെയാണ് നമ്മൾ സ്തുതിക്കുന്നത്. പുതിയ ശാസ്ത്ര തത്വങ്ങൾ, സ്തുതി, വേദമന്ത്രങ്ങളിലൂടെ നമ്മൾ പുതിയ യജ്ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ പുതിയ പുതിയ യജ്ഞങ്ങൾ ചെയ്യേണ്ടിക്ക് എൻ്റെ ബുദ്ധിയെ പ്രേരിപ്പിച്ചിട്ട് പുതിയ ശാസ്ത്ര തത്വങ്ങൾ നീ ഇട്ടുക. ആ ശാസ്ത്ര തത്വങ്ങളിലൂടെ ഞാൻ നിന്നെ സ്തുതിച്ചിട്ട് വേണ്ട വസ്തുക്കൾ തരുമ്പം നീ അതിൽ നിന്നും ഉത്ഭവിച്ചിട്ട് ആ വസ്തുവിനെ പുതിയൊരു വസ്തുവാക്കിയിട്ട്, പുതിയ കണ്ടുപിടുത്തം പുതിയൊരു വസ്തുവാക്കിയിട്ട് മാറ്റിത്തരണേ. നീ രണക്ഷേത്രത്തിൽ അവിടെ എല്ലാം നടക്കുന്നത് ഒരു യുദ്ധം തന്നെയാണ്. എന്തുകൊണ്ടാണ്? ന്യൂട്ടൻ്റെ തേർഡ് ലോ, എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ എന്ത് പുതിയൊരു കർമ്മം ചെയ്യുമ്പോഴും അതിനെ എതിർക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട്. അതിനെ മറികടന്നിട്ട് വേണം നമ്മൾ ആ അവസ്ഥയിൽ നിന്നും വേറൊരവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാൻ. അതാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ലോ. അത് തന്നെയാണ് സത്വരജോ തമോ ഗുണങ്ങൾ. ഇനി 10 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 102 10. ത്വം ജിഗേധനധന രുരോധിത അർഭേഷു ആജാ മഘവൻ മഹത്സു ച ത്വമുഗ്രമവശേഷം ശിശീമസ്യഥ ന ഇന്ദ്രാഹവനേഷു ചോദയാ. ഇന്ദ്രൻ ചെറുതും വലുതുമായ യുദ്ധങ്ങളിൽ പരാജയമടയുന്നില്ല. ഇന്ദ്രൻ ജയിച്ചെടുത്ത ധനം സൂക്ഷിച്ചു വയ്ക്കാറുമില്ല. ഞങ്ങൾ സ്തുതി വഴികളായി അവനെ വിളിക്കുന്നു. ഇന്ദ്രൻ ഞങ്ങൾക്ക് ഉചിതമായ സ്ഥാനങ്ങൾ നൽകിയാലും. പറയുകയാണ്, നീ ചെറുതും വലുതുമായ യുദ്ധങ്ങളിലെല്ലാം വിജയിക്കും. ചെറിയൊരു യുദ്ധത്തിലും ഇന്ദ്രൻ തന്നെ ഏറ്റെടുക്കും. എന്താണ് ചെറിയ യുദ്ധം? നമുക്കിപ്പോൾ ഈ പുസ്തകത്തെ ചെറുതൊന്ന് നീക്കുമ്പോൾ അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാകുന്നുണ്ട്. നീക്കണ്ടിക്ക് അതിൻ്റെ വെയിറ്റ്, ഭാരം കൊണ്ട് ഒരു എതിർപ്പ് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ബലത്തെ ഇന്ദ്രൻ എന്ത് ചെയ്യും? ആ മേശയായിട്ടുള്ള ബന്ധം പൊട്ടിച്ചിട്ട് അങ്ങോട്ടേക്ക് നീക്കും. ബലം മേശയായിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. നമ്മളൊരു ബലം കൊടുക്കുമ്പോൾ അവിടെ ആ മേശയും ബുക്കും തമ്മിൽ ഒരു ചെറിയ, ബുക്കിനെയാണ് തള്ളുന്നത്, ഒരു അതിൻ്റെ വെയിറ്റ് കൊണ്ടുള്ള ഒരു പിടുത്തമുണ്ട്. ആ പിടുത്തത്തെ പൊട്ടിച്ചിട്ട് നീങ്ങാൻ പ്രേരിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. അപ്പം ചെറുതിലും അത് സംഭവിക്കും. വലിയ വലിയ രാസപ്രവർത്തനങ്ങളിലൂടെയെല്ലാം നമ്മൾ വലിയ തന്മാത്രകൾ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കൂട്ടിയിട്ട് വലിയ തന്മാത്ര, വെള്ളം എന്ന തന്മാത്ര ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അവിടെയെല്ലാം ഇപ്പം ചെറുതും വലുതുമായ എല്ലാ യുദ്ധങ്ങളിലും നീ വിജയിക്കുന്നു. എന്നിട്ട് നീ നേടിയ ധനം സൂക്ഷിച്ചു വെക്കുന്നില്ല. അപ്പം ഒരു വസ്തുവിനെ നമ്മൾ വേറെ നാക്കുമ്പോൾ നമുക്ക് കിട്ടും, വില കിട്ടും. കാരണം അരിയെ ചോറാക്കുമ്പോൾ അതിൻ്റെ വില കൂടി, അതിനെ വിറ്റുമ്പോൾ ധനം കൂടി. ഈ ധനം നീ സൂക്ഷിച്ചു വെക്കുന്നില്ല. നീ ആർക്ക് തരികയാണ്? നീ യജ്ഞം ചെയ്ത് നമുക്ക് തരികയാണ്. ഞങ്ങൾ സ്തുതിയിലൂടെയാണ് നിന്നെ വിളിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു സയൻസിലൂടെയാണ് നിന്നെ വിളിക്കുക. എങ്കിലേ നീ വരുള്ളൂ. ചോറ് വെക്കാൻ ഒരു സയൻസ് ഉണ്ട്. അരി വെള്ളത്തിലിട്ട് ചൂടാക്കണം, പെട്രോളിലിട്ട് ചൂടാക്കിയാലും ചോറാവില്ല. അപ്പം സയൻസിലൂടെയാണ് നിന്നെ വിളിച്ചാലേ നീ അത് ചെയ്യുള്ളൂ. എന്നിട്ട് നീ ഉചിതമായ സ്ഥാനം നമുക്ക് നൽകുക. അപ്പം നമ്മൾ യജ്ഞങ്ങൾ ചെയ്ത് പുതിയ പുരോഗതി നേടുമ്പോൾ നമ്മൾ സമൂഹത്തിൽ ഉയർന്ന് പുതിയ സ്ഥാനങ്ങളെ പ്രാപിക്കും. ഇനി 11 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 102 11. വിശ്വാഹേന്ദ്രോ അതിവക്താനോ അസ്തു അപരിക്വൃത സനുയാമവാചം തന്നോ മിത്രോ വരുണോ മാമഹന്താം അതിഥി സിന്ധു പൃഥ്വീം ഉദദ്യൗ. ഇന്ദ്രനോട്
ഞങ്ങളുടെ ഭാഗത്ത് വസിക്കാൻ പറയുന്നു. കുടില ബുദ്ധി രഹിതരായ ഞങ്ങൾ അന്നത്തെ ഉപഭോഗം ചെയ്യട്ടെ. മിത്രനും വരുണനും അതിഥിയും സമുദ്രവും ആകാശവും ഭൂമിയും നമ്മുടെ നിവേദനം ശ്രദ്ധിക്കട്ടെ. ഇന്ദ്രനോട് പറയാണ്, നീ എപ്പോഴും ഞങ്ങളുടെ പക്ഷത്ത് നിൽക്കണം. കാരണം ആര് യജ്ഞം ചെയ്യുമ്പോഴും അവിടെയെല്ലാം ഇന്ദ്രനാണ്. ഒരാളെ അടിക്കാൻ പോവുകയാണെങ്കിൽ ആ അടിക്കുന്ന പ്രവർത്തനത്തിൽ നമ്മളിലും പങ്കെടുക്കുന്ന ശക്തി ഇന്ദ്രനാണ്. അയാൾ ശരീരത്തിൽ സംഭവിക്കുന്നതും ഇന്ദ്രൻ തന്നെയാണ്. നമ്മളെ കൈ ചലിക്കണ്ടിക്ക് നമ്മളെ കൈൻ്റെ അകത്ത് ചില രാസവസ്തുക്കൾ ഊർജം റിലീസ് ചെയ്യുന്നുണ്ട്. അവിടെയെല്ലാം ഇന്ദ്രനാണ് ആക്ട് ചെയ്യുന്നത്. അതിനെ നമ്മളല്ലാതെ നമ്മൾ അടിക്കാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്തെല്ലോ നടക്കുന്നുണ്ട്. അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. അതേപോലെ ശത്രുവിൻ്റെ ശരീരത്തിൽ നടക്കുന്നത് അവിടെ ഇന്ദ്രൻ തന്നെയാണ്. അതുകൊണ്ട് പറയുകയാണ്, നീ ഞങ്ങളുടെ ഭാഗത്ത് വസിക്കണേ. പിന്നെയോ കുടില ബുദ്ധി. നമുക്ക് കുടില ബുദ്ധിയൊന്നുമില്ല. നമ്മൾ സ്ട്രെയിറ്റ് നല്ല കാര്യമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നീ നമുക്ക് അന്നം ഉണ്ടാക്കി തരണേ. നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യുന്നുണ്ട്, നമുക്ക് അന്നം ചെയ്യണം. മറ്റന്മാർ കുടില പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ നീ ആ ഭാഗത്ത് പോകരുത്, നീ നമ്മളെ ഭാഗത്ത്. അതായത് നല്ല കാര്യം നടക്കണം എന്നുള്ള ലക്ഷ്യത്തോട് പറയുക. നമ്മൾ നല്ല കാര്യത്തിനാണ് ഇന്ദ്രനെ ഉപയോഗിക്കുന്നത്, പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി. അതുകൊണ്ട് നീ ഞങ്ങളെ വസ്തുക്കണം. ഈ വേറെ ദുഷിച്ച പ്രവർത്തികൾക്ക് നിൽക്കുന്നവരടുത്ത് പോകല്ലേ എന്ന് പറയുന്ന തരത്തിൽ അത് കവിഭാവനയിൽ പറയുന്ന മാതിരി പറഞ്ഞാൽ മതി, ചിന്തിച്ചാൽ മതി. മിത്രനും വരുണനും അതിഥിയും സമുദ്രവും ആകാശം ഭൂമിയും നമ്മളെ ശ്രദ്ധിക്കട്ടെ. അതായത് നമ്മൾ പല സ്ഥലത്തിൽ ഈ യജ്ഞങ്ങൾ നടത്തും. സമുദ്രത്തിൽ നടത്തും. സമുദ്രത്തിലൂടെ എന്തെല്ലാം പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ഭൂമിയിൽ ചെയ്യുന്നുണ്ട്, ആകാശത്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തികൾ എവിടെയിരുന്നു നീ കേൾക്കണേ എന്ന് നിവേദനം, നീ എവിടെയിരുന്നു ശ്രദ്ധിക്കണേ എന്ന് പറയാം. നമ്മൾ എവിടെ വെച്ചാണ് യജ്ഞം ചെയ്യുന്നത്? ചിലപ്പോൾ കൃത്രിമ മഴ പെയ്ക്കാൻ വേണ്ടിയിട്ട് ആകാശത്തിൽ വല്ലതും ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നീ അവിടെ സഹായത്തിനെത്തണം. എവിടെ? ഭൂമിയിൽ എവിടെയും നീ സഹായത്തിനെത്തണം.